വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, സദസ്സിലുള്ള എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറയാനായിട്ടാണ് ഞാനിവിടെ വന്നത്. നമ്മുടെ കുടികൽ പഞ്ചായത്തിലെ മാത്രമല്ല, ഈ കേരളത്തിലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം വിലത്തകർച്ച, അതുവഴി ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ. ഈ വിലത്തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായ കാരണം സാധാരണക്കാർ, ഈ കുട്ടിക്കൽ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ കൃഷിക്കാരാണ്. 10 സെന്റ് മുതൽ 10 ഏക്കർ വരെ സ്ഥലമുള്ള ഒത്തിരി കൃഷിക്കാരുണ്ട്. ഈ കാർഷിക മേഖലയുടെ തകർച്ച ആണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. അത് മനസ്സിലാക്കി അതിനെന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഒരു സജഷൻ, അശാസ്ത്രീയമായ കൃഷി രീതി, തൊഴിലാളികളുടെ ക്ഷാമവും വില തകർച്ചയും, ഈ 3 കാരണങ്ങളാണ് ഇവിടുത്തെ കൃഷിക്കാരെ തകർത്ത് കളഞ്ഞത്. ഞാൻ പറയാം, ഞാനിപ്പോഴൊരു 2 ഏക്കറിന് മേലെ കൃഷിഭൂമിയുള്ള ആളാണ്, സ്വന്തമായി കൃഷി ചെയ്ത്. എൻ്റെ ഇപ്പോഴത്തെ വരുമാനം കൂലിക്ക് റബ്ബർ വെട്ടാൻ പോകുന്നു, ഓട്ടോറിക്ഷ കൊടുക്കുന്നു. ഈ 2 പണിയെടുത്താണ്. അതായത് ഇങ്ങനെ കൃഷിയോടൊപ്പം മറ്റ് ചില വർക്ക് കൂടെ ചെയ്യാതെ ഒരു കൃഷിക്കാരനും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു കൃഷിക്കാരൻ ഇവിടെ ആരിലുണ്ട് കൃഷി കൊണ്ട് മാത്രം വരുമാനം കിട്ടുന്ന ആരും ഉണ്ടെന്ന് ഞാൻ കണ്ടുന്നില്ല. മറ്റെന്തെങ്കിലും തൊഴിൽ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10-30 വർഷം മുമ്പ് കൃഷിഭൂമിയിൽ നിന്ന് ഒരു 1/2 ഏക്കർ സ്ഥലമുള്ള ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതേ മൂല്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴൊന്നുമില്ലാത്ത അവസ്ഥയായി. അതിനെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഇവിടെ ഇരിക്കുന്ന മെമ്പർമാർ കൂടിയാലോചിച്ച് അതിന് വേണ്ട മാർഗനിർദ്ദേശം നൽകി. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അടിസ്ഥാനപരമായിട്ട് ഒരു ശാസ്ത്രീയമായ കൃഷി രീതി തുടങ്ങണം. വിളവെടുപ്പിന് വേണ്ടതും കൃഷി നടത്താൻ ചെയ്യുന്ന മെഷീൻസും ഒക്കെ വിതരണം ചെയ്യുകയും അതെങ്ങനെ നടത്തണമെന്ന് ഗൈഡ് ലൈൻ ചെയ്യുകയും ചെയ്തുകൊണ്ട് മെമ്പർമാർക്ക് തുടങ്ങാം. അതോടൊപ്പം ഇവിടെ തൊഴിലാളികളുടെ ക്ഷാമം, ഇവിടെ പല തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ട് തൊഴിലാളികളെ എല്ലാ സമയത്തും കിട്ടാനില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ കൃഷിയിൽ നിന്ന് മാത്രം നമുക്ക് വളരെ അധികം ധനം മിച്ചം വെക്കാൻ പറ്റും. ഈ ഭൂമിയിലേക്ക് പറഞ്ഞതുപോലെ വാഗമണിലെ ടൂറിസവും മറ്റ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തതിനോട് വളരെ മികച്ച ഒരു ഭൂമിയാക്കാൻ പറ്റാം. നല്ല ഒന്നാന്തരം ഗ്രാമീണ പ്രദേശമാണ് ഈ കൂട്ടിക്കലുള്ളതെല്ലാം. ഇവിടെ ടൗൺ എന്ന് പറയുന്നൊന്നുമില്ല, എല്ലാം ഗ്രാമമാണ്. ഈ ഗ്രാമത്തെ വളർത്തിക്കൊണ്ടുവരിക, ഗ്രാമത്തിന്റെ ആത്മാവിനെ ഉയർത്തി ഇന്ത്യയെ ഉയർത്തുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യായ ആർഒ, ബഹുമാന്യായ സെക്രട്ടറി, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, ഇന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മെമ്പർമാർ, സത്യപ്രതിജ്ഞ കഴിഞ്ഞ് എല്ലാവരും മെമ്പർമാരായി സ്ഥാനമേറ്റു. ഇവിടെ ഇരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, മുൻകാല പരിചയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ഭരണസമിതിയൊക്കെ, എല്ലാ ഭരണസമിതിയും, ഈ ഒരു ഭരണസമിതിയിൽ മാത്രം അല്ലാതെ ഞാൻ തിരുത്തുന്നു, ഏതൊരു ഭരണസമിതി വന്നാലും അവരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനം തിരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ നാടിന് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കൂട്ടായ ചർച്ച, അത് ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഒരു നിർദ്ദേശമാണ്, വലിയൊരു വിലപ്പെട്ട 2 നിർദ്ദേശങ്ങൾ നമ്മളിവിടെ കേട്ടു. അതെല്ലാം ഈ പുതുതായിട്ട് തിരഞ്ഞെടുപ്പ് ജനപ്രതിനിധികൾ മനസ്സിലാക്കി നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായ ജനപ്രതിനിധികളാണ് ഈ 14 പേര്. ആരും അതിനകത്ത് ഒട്ടും കഴിവ് കുറഞ്ഞവരോ വിദ്യാഭ്യാസ കുറവുള്ളവരോ ഒന്നുമല്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ജനപ്രതിനിധികൾ. അതിൻ്റെ കൂടെ മുൻകാല പരിചയമുള്ള അനേകം ജനപ്രതിനിധികൾ. അത് വലിയൊരു നേട്ടം തന്നെയാണ്. നമ്മുടെ പരിചയം എന്തിനും ഒരു സമ്പത്താണ്. അതേപോലെ നാട്ടിലെ ജനങ്ങളുടെ അറിവ് ഇറങ്ങി ശേഖരിക്കുക. ഇപ്പം നമുക്കറിയാം, ഗ്രാമസഭകളൊക്കെ ഇറങ്ങി ശേഖരിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അത് യഥാവിധി ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഗ്രാമത്തിൽ എന്താണ് വേണ്ടത്? ജയിച്ചു വന്നപ്പോൾ ഞാൻ ആദ്യം ഞങ്ങളുടെ മെമ്പർമാരോട് നിർദ്ദേശം വെച്ചു, നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങണം. ഇറങ്ങിച്ചെന്ന് അവിടെ എന്താണ് ആവശ്യം, എന്താണ് പുതുതായിട്ട് നമുക്ക് രൂപ കൊടുക്കാൻ പറ്റും, നമ്മുടെ പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ ഉയർത്താൻ എന്താണ് നിങ്ങൾക്ക് നിർദ്ദേശം വെക്കാനുള്ളതെന്ന് സ്വീകരിക്കുക. ഗ്രാമസഭയിലൊക്കെ വന്നാൽ ഒന്നുമില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചകൾ, അതേപോലെ തന്നെ കുറേ പദ്ധതികൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം, ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ചാണ് പദ്ധതികൾ ഇടേണ്ടത്. ഉൽപാദന മേഖലയും സേവന മേഖലയും അതേപോലെ 3 മേഖലകളായിട്ട് തിരിച്ച് വീതം വെച്ച് അതിന് വേണ്ട പ്രൊജക്ടിന് രൂപം കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്തുകൾ പോകുന്നത്. എങ്കിലും അതിലുപരി നമുക്ക് ഇറങ്ങിയിട്ട് ആ മേഖലകളിൽ നിന്നൊക്കെ നമ്മുടെ ത്രിതല പഞ്ചായത്തിനോടൊപ്പം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഫണ്ടുകളുണ്ട്. അതൊക്കെ നമ്മൾ ഇറങ്ങിച്ചെന്ന് വാങ്ങിക്കണം, നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, വളരെയധികം പ്രതീക്ഷയുണ്ട് ഓരോ ഭരണസമിതിയോടും. നമ്മുടെ സാറ് പറഞ്ഞതുപോലെ ഈ 5 വർഷക്കാലം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുള്ള അവകാശമുള്ള ഒരു ഭരണസമിതിയാണ് ഇരിക്കുന്നത്.
അവർക്ക് ആ നാട്ടിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇന്നിവിടെ ഒരു അവസരം പറഞ്ഞപ്പോൾ ലഹരിക്കെതിരെ പറഞ്ഞപ്പോൾ ഞാനത് വളരെ സന്തോഷത്തോടു കൂടി കേട്ടു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്, നാട്ടിലെ ചെറുപ്പക്കാരുടെയും കുട്ടികളുടെ അവസ്ഥ എന്താണ്, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നാട്ടുകാരെ കൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം വരുന്ന 5 വർഷക്കാലവും ഈ ജനപ്രതിനിധികൾ ചെയ്യേണ്ടത്. കൃഷി മേഖലയ്ക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ സാമൂഹികമായി കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കറിയാം കോവിഡായി, പ്രളയമായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മളെല്ലാം കൈമെയ് മറന്ന് ഏകോസ് സഹോദരങ്ങളെ പോലെ നിന്ന് അവരെ ചേർത്ത് പിടിച്ച് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഭരണസമിതിക്ക് കഴിയട്ടെ. അതിനെ നമ്മുടെ എല്ലാവരുടെയും നാഗൻ നണലും അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് നയിപ്പിക്കാൻ നമ്മളും കൂടെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിനയ യോഗത്തിൻ്റെ അധ്യക്ഷ, ഭരണാധികാരി, ബഹുമാനപ്പെട്ട സെക്രട്ടറി, AS, ധനിയായിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട മെമ്പർമാരെ, രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെ, നല്ലവരായ കുട്ടികളിലെ ജനങ്ങളെ, മുൻ ജനപ്രതിനിധികളെ, സ്നേഹമുള്ളവരെ, ഇവിടെ എല്ലാവരും വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ മനോഹരമായ ഒരു ദിവസമാണ് ഇന്ന്. ജനാധിപത്യ പ്രക്രിയയിലെ ഗ്രാമസ്വരാജ്യ വഴി നമുക്ക് ലഭ്യമായ അധികാരങ്ങൾ ഉപയോഗിക്കുന്നത് ആദ്യത്തെ പ്രാദേശിക സർക്കാരിനെ രൂപീകരിച്ചുകൊണ്ട് ഒരു അധികാരം ഏൽപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്കറിയാം, അധികാരം നൽകുമ്പോൾ ഒട്ടനവധി പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ഇതെല്ലാം ഓരോ ചരടുകളുണ്ട്. ഈ ചരടുകൾ അനുസരിച്ച് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പലപ്പോഴും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പലരും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാതെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പഞ്ചായത്തിന് പ്രത്യേകത, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരെയും ഭരണാധികാരികളെയുമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ എത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമ്പോൾ അത്രമാത്രം വിജയമായിരിക്കും നമ്മുടെ ഓരോ നടപടിക്രമങ്ങളും. അതുകൊണ്ട് തന്നെ വിജയിച്ച എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിണിതപ്രജനായിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മേഖലയിൽ വലിയ സേവനങ്ങൾ നൽകിയവരൊക്കെയാണ് നമ്മുടെ ഇവിടെ മെമ്പർമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്നത്. അവരെല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലവും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു കടന്നുപോയത്. പക്ഷേ ആ കാലങ്ങളെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് അതിജീവിക്കുവാനായിട്ട് സാധിച്ചു. അതേതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറുടെയോ ഒരു പ്രസിഡന്റിന്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു കാര്യം, എല്ലാ ജനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒന്നായി കണ്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിച്ചുകൊണ്ടാണ് നമ്മൾ ആ വലിയ ദുരിതത്തിൽ നിന്ന് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് കയറുവാനും പഴയ കുട്ടികളിനേക്കാൾ മെച്ചമായ ഒരു കുട്ടികളെ ഇപ്പോൾ നമുക്ക് ഇവിടെ സംരംഭമാക്കാനും ഒക്കെ സാധിച്ചത്. അതുകൊണ്ട് അതിനെല്ലാവരുടെയും പിന്തുണയുണ്ടായിരുന്നു. രാഷ്ട്രീയ കക്ഷികളുടെ, സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളുടെ, ആത്മീയ സംഘടനകൾ, സമുദായ സംഘടനകൾ എല്ലാവരും നമ്മളെ അത്രമാത്രം കൈമൈ മറന്ന് സഹായിച്ചുകൊണ്ടാണ് നമ്മൾ അതിജീവന പാതയിൽ വളരെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചത്. അക്കാലത്ത് അവരെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്, അവരെല്ലാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. നൽകിയ സേവനങ്ങളെ പ്രത്യേകമായിട്ട് വലിയ വിലമതിപ്പോടുകൂടി കാണുകയാണ്. ഇനി നമുക്കറിയാം, ഇനിയും നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വികസനം പൂർത്തിയായി ഒരിക്കലും പറയുവാനായിട്ട് സാധിക്കുകയില്ല. ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. വാഗമണ്ണോടൊക്കെ മനസ്സാത് സൂചിപ്പിക്കുന്നുണ്ടായി. നമ്മുടെ വികസന പ്രക്രിയയിൽ വലിയ ഒരു കുതിപ്പ് നമ്മുടെ പഞ്ചായത്ത് നൽകുന്നതാണ് വാഗമൺ റോഡിന്റെ പൂർത്തീകരണം. അനധിവിദൂര ഭാവിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയുടെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ നിരവധി ഏറ്റെടുത്ത പദ്ധതികളുണ്ട്. ഇനിയും പുതുതായിട്ട് കണ്ടെത്തുവാനുള്ള സാധ്യതകളുണ്ട്. ടൂറിസം സാധ്യതകൾ വളരെയധികം നമുക്ക് പ്രയോജനപ്പെടുത്തുവാനുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനകീയ വിഷയങ്ങൾ, പ്രത്യേകിച്ച് മദ്യമയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖല നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ എങ്ങനെ നമുക്ക് ഒരു പഞ്ചായത്തിന് അഡ്രസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വിപുലമായ നല്ല രീതിയിൽ അതിനെ സംബന്ധിച്ച് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും നമുക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പഞ്ചായത്തിൽ കൂടുതലും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള സാധാരണ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അവരെ എല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്കുണ്ടായിരിക്കുന്ന ആ സാമൂഹികമായ ഒരു പിന്നോട്ടടി മാറ്റിയെടുക്കുന്നതൊക്കെ വലിയ പരിശ്രമങ്ങൾ നടത്തണം. ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതോടെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ പലർക്കും അത് എന്താണെന്ന് മനസ്സിലാവുകയും, പക്ഷെ നമ്മുടെ ഒരു അടുത്ത തലമുറ ലഹരിക്ക് അടിമയായി മക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ മുതിർന്നവരുടെയോ അധ്യാപകരുടെയോ ഒന്നും
നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള ജാഗ്രതായ പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാരും നമുക്ക് മുൻപോട്ട് പോകാം. ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായ സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. അതുപോലെ മുൻപോട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും ഒന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പുരോഗതിയും ജനക്ഷേമവും ലക്ഷ്യമാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാം. കഴിഞ്ഞ 5 വർഷക്കാലവും ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതിയോട് ചേർന്ന് പ്രവർത്തിച്ച മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും മറ്റ് എല്ലാ സംഘടനാ നേതാക്കന്മാരെല്ലാം പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്ക് നല്ല ഒറ്റക്കെട്ടായി ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്ന ഒരു രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നമുക്ക് രാഷ്ട്രീയം മാനങ്ങൾ കാണേണ്ടതില്ല. നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനം നമ്മുടെ ലക്ഷ്യമാണ് എന്നുള്ള ഒറ്റ മുദ്രാവാക്യത്തിൽ മുന്നോട്ട് പോകാം. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ.